പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിൽ പതിവ് പോലെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം ചില ദുഷ്ട മനുഷ്യരുടെ ഇഷ്ടത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുവാൻ, അതെ, ചിലരുടെ ഇഷ്ടം നിങ്ങൾ കഷ്ടപ്പെടണമെന്നാണ്. ആ കഷ്ടത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ കഷ്ടത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് അറിയിച്ചു. അതേ പരിശുദ്ധാത്മാവിനാൽ പ്രവചന ദൂതായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് അറിയിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ചില ദുഷ്ട മനുഷ്യരുടെ ഇഷ്ടം, അതെ, നിങ്ങൾക്കൊപ്പമുള്ള, നിങ്ങൾ അറിയുന്ന അവരുടെ തന്നെ ആ ഇഷ്ടം നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. ആ കഷ്ടത്തിൽ നിന്ന് ഇന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർ രക്ഷപ്പെടും. അതെ, ആ കഷ്ടത്തിൽ നിന്ന്, അവർ മുഖാന്തരം നിങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടത്തിൽ നിന്ന് തന്നെ വാക്യം വായിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ഒരിക്കൽ കൂടെ, അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ദൂത് ഇതാണ്: നിന്റെ ശത്രുക്കളുടെ കണ്ണുകടിക്കും, അതെ, അവരുടെ കണ്ണുകടിക്കും, അതുമുഖാന്തരമുള്ള നിന്റെ ഓട്ടത്തിനും എൻ്റെ ദൈവം അറുതി വരുത്തും. ഒരിക്കൽ കൂടി, അവരുടെ ദുഷ്ട മനുഷ്യരുടെ, പിശാചിനാൽ പിടിക്കപ്പെട്ട, പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ കണ്ണുകടിക്കും. ആ കണ്ണുകടി മുഖാന്തരം, അസൂയ മുഖാന്തരം അവർ ചെയ്തു കൂട്ടുന്നതിൻ്റെ ദുരന്ത ഫലം അനുഭവിച്ചുള്ള നിന്റെ ഓട്ടത്തിനും നിന്റെ അലച്ചിലിനും നിന്റെ കണ്ണുനീരിനും എൻ്റെ യേശു ഇന്ന് അറുതി വരുത്തും. സഹോദര, സഹോദരി, അവിടെ ആ തൊഴിലിടത്തിൽ എന്താ പ്രശ്നം? അന്വേഷിച്ച് പോകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. എത്ര കണ്ടെത്താൻ ശ്രമിച്ചാലും എന്താ പ്രശ്നം? ഒന്നുമില്ല നിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ ചിലരുടെ കണ്ണുകടി, ചിലർക്ക് നിന്നോടുള്ള അസൂയ, ആ അസൂയയുടെ ഫലമായി അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, അയ്യോ ദൈവദാസനെ പറയണ്ട, എന്തൊക്കെയാ ഇവർ പറയുന്നത്, എന്തൊക്കെയാ ഇവർ ചെയ്യുന്നത്, ഞാൻ പറയാത്തത്, ഞാൻ അറിയാത്തത്, ഞാൻ മനസ്സാ വാചാ കർമ്മണ അറിയാത്തത് പറഞ്ഞ് ഞാൻ കേൾക്കും, ഞാൻ അറിയും എന്ന് പോലും ചിന്തിക്കാതെ, അതാ ഏറ്റവും വിഷമല്ലേ, അവരത് പറയുന്നത്, അവരത് കേൾക്കുന്നത്. നീ നേരിട്ടറിയും, അവർക്കതറിയാം. അത് നിന്നെ വല്ലാതെ വേദനിപ്പിക്കും. വേറൊരാൾ പറഞ്ഞാൽ അവൻ അങ്ങനെ പറഞ്ഞു, നിന്റെ റൂംമേറ്റ് അങ്ങനെ പറഞ്ഞു, കൂടെ ജോലി ചെയ്യുന്ന ആൾ അങ്ങനെ പറഞ്ഞു, ആ പരിചയക്കാരൻ അങ്ങനെ പറഞ്ഞു. വേറൊരാൾ പറഞ്ഞാൽ നീ എന്താ ചിന്തിക്കുക? അയ്യേ, വെറുതെ പറഞ്ഞതാകും, അല്ലെങ്കിൽ എന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതാകും. അവനത് പറയത്തില്ല, അവളത് പറയത്തില്ല, അവരങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. നിൻ്റെ ആഗ്രഹം അതാ, അങ്ങനെ വിശ്വസിക്കുവാനാണ് നിൻ്റെ ഇഷ്ടം. പക്ഷേ ആ വിശ്വാസത്തെ പോലും തകർത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നീ നേരിട്ട് അത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഒപ്പമുള്ളവർ തന്നെ നിനക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കി നിന്നെ തകർത്ത് കളയുവാൻ, അവിടെ നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഒരുക്കുന്ന അനുഭവം, അവരുടെ അസൂയയിൽ നിന്ന്, അവരുടെ കണ്ണുകടിയിൽ നിന്ന് ഉരുവാകുന്ന സകല പദ്ധതികളെയും എൻ്റെ ദൈവം തകർക്കും. ഓ താങ്ക് യു. ആ അസൂയക്കാർ മുഖാന്തരം, അവരുടെ കണ്ണുകടി മുഖാന്തരം നീ അവിടെ നശിച്ചു പോകുവാൻ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, സഹോദര, സഹോദരി, നീ അവിടെ തൊഴിലില്ലാതെ, നീ അവിടെ വരുമാനമില്ലാതെ, നീ അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. കേൾക്ക്, അവരുടെ അസൂയ, സ്തോത്രം, ആമേൻ, ആ സ്ഥാപനത്തിലുള്ള വ്യക്തികളുടെ അസൂയ, നിന്നെക്കാൾ താഴെയുള്ളവരുടെ അസൂയ അല്ല, നിനക്കൊപ്പമുള്ളവരുടെ അസൂയയല്ല, നിന്നെ ഈ ദിവസങ്ങളിൽ പ്രശ്നത്തിലാക്കുന്നത് നിന്നെക്കാൾ ഉയരെ ഉള്ളവരുടെ. പലപ്പോഴും നീ ചിന്തിച്ചിട്ട്, അയ്യോ ഇവരൊക്കെ എന്നോട് എന്തിനാ അസൂയപ്പെടുന്നത്, ഇവർക്കൊക്കെ എന്താ ഇത്ര കണ്ണുകടി? സ്തോത്രം. ഈ കണ്ണുകടിയുടെ കാരണം എന്താ? അത് വഴിയെ പറയാം. ആമേൻ, സ്തോത്രം. പലർക്കും ഇത് ദഹിക്കത്തില്ല, ദഹിക്കണ്ട, വെച്ചോണ്ടിരുന്നോ. ആമേൻ, സ്തോത്രം. എവിടെ പോയി നിൽക്കുമെന്ന് കാണാമല്ലോ. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. അവരുടെ അസൂയ, അവരുടെ കണ്ണുകളി, അത് മുകളിലുള്ളവരുടെ, സ്തോത്രം, നീ
ആ അവിടെ വേണ്ട. അവൾ അങ്ങനെ നിൽക്കണ്ട. ചിലരുടെ കണ്ണുകടി നിന്റെ തൊഴിലിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ചിലരുടെ കണ്ണുകടി നിന്നെ വരുമാനമില്ലാത്തവനാക്കി തീർത്തിരിക്കുന്നു. ചിലരുടെ കണ്ണുകടി, ചിലരുടെ അസൂയ, അതേ വീട്ടുകാരുടെ പ്രിയപ്പെട്ടവരുടെ ഫോൺ അറ്റൻഡ് ചെയ്യുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നിന്നെ പ്രശ്നത്തിലാക്കിയിരിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്താൽ നിന്റെ കഷ്ടത അവരും അറിയും. അയ്യോ, ഞാൻ കഷ്ടതയിലാ ദേവദാസനെ, ഇനി എന്തിനാ എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ അറിയിച്ച് കരയിപ്പിക്കുന്നത്? എന്താ? അയ്യോ, അവിടെ നിന്നും പ്രശ്നമാണെന്നോ? അതെ, ആമേൻ. പലർക്കും പ്രശ്നം ആയിരിക്കുന്ന സ്ഥാനത്ത് മാത്രമല്ല, സ്തോത്രം, അവനെ ഞാൻ ഇങ്ങ് വരുത്തും. സ്തോത്രം. ചിലരുടെ വെല്ലുവിളി അതാ, അവനെ ഞാനിങ്ങ് വരുത്തും, അവളെ ഞാനിങ്ങ് വരുത്തും. അങ്ങനെ അവളിപ്പോൾ അവിടെ സുഖിക്കേണ്ട, നീ അവിടെ സുഖിക്കുക എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ, നീ പെടുന്ന കഷ്ടപ്പാട്, അയ്യോ, രണ്ടറ്റവും കൂട്ടിമുട്ടുവാൻ നീ പെടുന്ന കഷ്ടപ്പാട്, നിന്റെ കഠിനത ഒന്നും അറിയാതെ അസൂയയോടെ, സ്തോത്രം. അതുതന്നെ പലപ്പോഴും ഭർത്താവിന് കൂടെ അസൂയ, അവൾക്ക് ജോലി ഉള്ളതുകൊണ്ട്. ചിലരിങ്ങനെ അസൂയ മുഴുത്ത കണ്ണുകടിയുള്ള ചിലരിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്, അവൾക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് അവൾ അങ്ങനെ ഇങ്ങനെ. അയ്യോ, ഭർത്താവ് മക്കളെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നിന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുത്ത് അവനിങ്ങനെ ഒരു രാക്ഷസ തുല്യനായി നിൽക്കുക, കിട്ടിയ കടിച്ച് കീറി കളയാമെന്ന്. കണ്ണുകടിയുടെ ഫലം. അതേ സഹോദര, നീ അവിടെ കിടന്ന് പെടാപ്പാട് കൊടുക്കുക. ആ ശമ്പളം ഓരോ മാസം കയ്യിൽ കിട്ടുന്നതുവരെ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന. ഈ മാസം കിട്ടണേ, ഒരു മുടക്കം വരരുതേ, അടുത്ത മാസം ജോലി നഷ്ടപ്പെടരുത്. നിനക്ക് പ്രാർത്ഥിക്കാനും കരയാനുമേ സമയമുള്ളൂ. ഇവിടെ ചിലർ കണ്ണുകടി മുഴുത്തിട്ട് പറഞ്ഞു കൊടുക്കുക, നീ അവിടെ സുഖിക്കുക, അവിടെ. സ്തോത്രം. ഇടയ്ക്കൊരു സഹോദരൻ വിളിച്ചു കേട്ടോ. ആ സഹോദരൻ വിളിച്ചിട്ട് കരച്ചിലോട് കരച്ചില്ല. ദേവദാസനെ, എൻ്റെ ഭാര്യ എന്തോരം സ്നേഹമുള്ള ഒരുത്തിയാണെന്നറിയാമോ? അവളുടെ സ്നേഹവും അവളുടെ ആ പരിചരണവും അതൊക്കെയാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. എനിക്കൊരു നല്ല ജീവിതം കർത്താവ് തന്നത്, അങ്ങനെ തന്നു എന്ന് ഞാൻ വിശ്വസിച്ചത് എനിക്ക് എൻ്റെ ഭാര്യയെ കിട്ടിയപ്പോഴാണ്. ഇന്ന് ആ ഭാര്യ വിദേശത്താ പുള്ളി. സഹോദരൻ പറയും, എൻ്റെ ഭാര്യ വിളിച്ചിട്ട് എന്നെ പറയുന്ന തെറിക്കൊരു കണക്കുമില്ല. ഇപ്പോഴും എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറയും, അതെ, നിങ്ങളുടെ കൂടെ അവൾ അവിടെ ഇല്ലേ? നിങ്ങൾ ഏത് സ്ത്രീയോട് കൂടെ ആയിരുന്നു? നിങ്ങൾ ആരോട് കൂടെയാണ് ഇത്രയും സമയം സംസാരിച്ചുകൊണ്ട് നിന്നത്? ഇത്രയും സമയം ഫോൺ എൻഗേജ്ഡ് ആയിരുന്നല്ലോ. അപ്പോൾ ആരോ? സ്തോത്രം. അപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദറെ എന്താ പ്രശ്നം? അപ്പോൾ പുള്ളി പറയുക, ദേവദാസനെ, എനിക്കറിയത്തില്ല. അവൾ തന്നെ ചിലരെയൊക്കെ പറയുക, ചിലരിൻ്റെ റൂമിനകത്തുണ്ട്. ഞങ്ങൾ 4 പേരാ ഒരു റൂമിനകത്ത് താമസിക്കുന്നത്. ദേവദാസനെ, ഇതിനകത്ത് ഞാൻ ആരെ കൊണ്ടുവരാനാ? റൂം കഴിഞ്ഞാൽ ജോലി സ്ഥലം കഴിഞ്ഞാൽ റൂം, ഇങ്ങനെ നടക്കുന്ന ഞാൻ ആരെ കൊണ്ടുവരാനാ? എനിക്ക് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന്. എൻ്റെ ഭാര്യ എന്നെ ഏറെ സ്നേഹിച്ച, എനിക്ക് കിട്ടിയത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണെന്ന് ഞാൻ കരുതുവാനിടയായ എൻ്റെ ഭാര്യ ഇതുതന്നെ പറഞ്ഞ്, എനിക്കറിയത്തില്ല, എനിക്ക് മരിക്കണമോ എന്നറിയത്തില്ല, ജീവിക്കണമോ എന്നറിയത്തില്ല. എനിക്കറിയാം ഇത് അവൾ പറയുന്നതല്ല, അവളെ കൊണ്ട് ആരോ പറയിപ്പിക്കുന്നതാ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സങ്കടമാണ്. അങ്ങനെ സങ്കടപ്പെട്ടായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. ചില ബന്ധങ്ങളെ ദൈവം ഇല്ലാതാക്കി. ആ സഹോദരൻ്റെ അല്ല, ആ സഹോദരിയുടെ ചില ബന്ധങ്ങളെ. ചിലരുടെ ബന്ധങ്ങൾ അസൂയയുള്ള കണ്ണുകടിയുള്ള ചിലരുടെ ബന്ധങ്ങൾ നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുക. യെസ്, ആ നരകത്തിൽ നിന്ന് എൻ്റെ യേശു നിന്നെ കരകയറ്റി. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ഭാര്യയുടെ, നിന്റെ ഭർത്താവിൻ്റെ ചില ബന്ധങ്ങളെ കർത്താവ് ക്യാൻസൽ ചെയ്യിപ്പിക്കുക. ആമേൻ, സ്തോത്രം. ഈ സഹോദര ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. നിങ്ങളുടെ ഭർത്താവായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളുടെ ഭാര്യ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇത് 2 ഭാഗത്തും ഉണ്ടാകും. ഭർത്താവ് വിദേശത്താണെങ്കിൽ നാട്ടിലായിരിക്കുന്ന ഭാര്യയോട്, വിദേശത്തുള്ള ഭർത്താവിനോട്, അല്ലെങ്കിൽ നേരെ തിരിച്ച്. സ്തോത്രം. അവളിവിടെ സുഖിക്കുക, അവനിവിടെ സുഖിക്കുക. കുറേ പേരുണ്ട്. ഇത് പറയാൻ വേണ്ടി നടക്കുന്ന ചില ടീംസ് ഉണ്ട്. ആമേൻ. നിങ്ങൾ തിരിച്ചറിയുക. പൊളിക്കുവാൻ വേണ്ടി നടക്കുന്ന നിൻ്റെ ഭർത്താവിനെക്കുറിച്ച്, നിൻ്റെ ഭാര്യയെക്കുറിച്ച് നീ കാണാത്തത് നിന്നോട് പറയുന്നവനെല്ലാം പിശാചിനാൽ അയക്കപ്പെട്ടവനാണ്. നിന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് മുതലാക്കുന്ന പിശാചിനാൽ പിടിക്കപ്പെട്ടവർ യേശുവിൻ നാമത്തിൽ അവരെ വിവേചിക്കുവാനുള്ള വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ, സ്തോത്രം. അപ്പോൾ അസൂയ, കണ്ണുകടി ഫലമോ? പിടിച്ചു നിൽക്കുവാൻ നിവൃത്തിയില്ല. അവരുടെ അസൂയ. നിൻ്റെ മോനിപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടെ എത്തണ്ട. സ്തോത്രം. അത് പറഞ്ഞ ദിവസം മുതൽ നോട്ട് ചെയ്തോ, എന്നിട്ട് ശ്രദ്ധിക്കുക. നീ അവനെ ആ കോഴ്സിന് ചേർക്കുമെന്ന് പറഞ്ഞ ദിവസം മുതൽ, നിൻ്റെ സ്വപ്നം നീ പങ്കുവച്ച ദിവസം മുതൽ
ചിലർ നിനക്ക് ശത്രുക്കളായി മാറി. നിന്റെ മകനെ നീ അവിടെ അയച്ച സമയം മുതൽ, നിന്റെ മകളെ അവിടെ അയച്ച സമയം മുതൽ, അവിടെ അവരെ എത്തിക്കുമെന്ന് നീ പറഞ്ഞ സമയം മുതൽ, അതിനുവേണ്ടി നീ കൈനീട്ടിയ സമയം മുതൽ ചിലർ നിന്നോട് മിണ്ടാതെയായി. കണ്ണുകടി. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. എന്താ അവർ കണ്ണടിച്ചാൽ എന്താന്നോ? അതാ അവിടെ എത്തിയിട്ടും ലോലോ എന്ന് അലയുന്നേ. രക്ഷപ്പെട്ടോ? രക്ഷപ്പെടാൻ വിടുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. ആമേൻ. അവരൊന്നും ചില്ലറക്കാരല്ല. നോക്കേ, ഇവിടെ ആരോട് കണ്ണുകടിയെന്ന? ശൗലിന് ദാവീദിനോട്. ശൗലും ദാവീദും ആരാ? ശൗൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് നിലവിൽ അവിടുത്തെ രാജാവാണ്. ആരാണ്? രാജാവാണ്. ശൗലിന് പറയുവാൻ ഒത്തിരി മേന്മകളുണ്ട്. കാരണം ശൗൽ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവാണ്. ശ്രദ്ധിക്കണം, ഒന്നാമത്തെ രാജാവാണ്. ശൗലിനെ കുറിച്ച് പറയുന്നത് സുന്ദരനാണ്. തോൾ മുതൽ തലവരെ ശൗലിനോടം പൊക്കമുള്ള ആരുമില്ല. ഈ ശമൂവേൽ വന്നിട്ട് സകല ഇസ്രായേലിനെ വിളിച്ചു കൂട്ടിയിട്ട് അതിനു മുമ്പിൽ ശൗലിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ. അത് നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക കേട്ടോ. ഇവനെ പോലെ ഒരുത്തനില്ല. കാരണം ഈ വന്നുകൂടിയവർക്കെല്ലാം ശൗലിനെ കാണാമായിരുന്നു. അത്ര തലയെടുപ്പുള്ളവനാണ്, അത്ര തലയെടുപ്പുള്ള പുള്ളിയാണ്. അത്രയും തലയെടുപ്പുള്ളവൻ, അത്ര സൗന്ദര്യമുള്ളവൻ. ജനങ്ങളെല്ലാം ഇവ കൊള്ളാം എന്ന് പറയുന്ന പുള്ളിയാണ് ശൗൽ. ശൗലിൻ്റെ മുമ്പിൽ ദാവീദാരാ? ദാവീദിനെ കുറിച്ച് പറഞ്ഞ ദൈവം തന്നെ പറയുന്നുണ്ട് ശമൂവേലിനോട്, തൈലക്കൊമ്പുമായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നീ അവിടെ പോയിട്ട് ശൗലിനെ നോക്കിയതുപോലെ അവൻ്റെ പൊക്കോ വണ്ണോ ഒന്നും നോക്കരുത്, എങ്കിൽ എൻ്റെ പരിപാടിയൊന്നും നടക്കത്തില്ല. നീ അവൻ്റെ ഹൃദയം നോക്കിയാൽ മതി. ഓ സ്തോത്രം. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഞാൻ അവൻ്റെ ഹൃദയം കണ്ടിരിക്കുന്നു. ആമേൻ. സഹോദരി, നിൻ്റെ പൊക്കോ വണ്ണോ ഒന്നുമല്ല, ദൈവം നിൻ്റെ ഹൃദയമാണ് കണ്ടേ. നിൻ്റെ ഹൃദയം കാണുന്നൊരു കർത്താവുണ്ട് മോളെ, നിൻ്റെ ഹൃദയം കാണുന്ന ഒരു കർത്താവുണ്ട്. അതിന് തക്കവണ്ണം ഏറ്റവും നല്ലൊരു വിവാഹം കർത്താവ് നിനക്ക് തരും. ആമേൻ. നല്ലൊരു റിസൾട്ട് കർത്താവ് നിനക്ക് തരും. നല്ലൊരു ഭാവി നിനക്ക് കർത്താവ് തരും. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ അവരെ പോലെ അല്ലല്ലോ. അയ്യോ, എനിക്ക് അങ്ങനെയുള്ള സൗന്ദര്യം ഇല്ലല്ലോ, അങ്ങനെയുള്ള പൊക്കം ഇല്ലല്ലോ, അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ. ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. എൻ്റെ അപ്പൻ നിൻ്റെ ഹൃദയം കണ്ടിട്ടുണ്ട്. എൻ്റെ യേശു നിൻ്റെ ഹൃദയം കണ്ടിട്ടുണ്ട്. ആ ഹൃദയം നീ യേശുവിന് കൊടുത്തിട്ടുണ്ടല്ലോ. നീ യേശുവിന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നിനക്ക് ഏറ്റവും നല്ലത് നൽകി കർത്താവ് നിന്നെ മാനിക്കും. അവൻ ആ തൊഴിലിടത്തിൽ സഹോദര അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ വലിപ്പത്തിന് മുമ്പിൽ നീ ചെറുതാ. അവർക്ക് വേണ്ടി സംസാരിക്കുവാനുള്ളവരുടെ എണ്ണം നോക്കുമ്പോൾ നീ തുലവും അയ്യോ ഒന്നുമില്ലാത്തവനാ. കാര്യപ്രാപ്തി അയ്യോ ഇല്ല. എന്തു പറഞ്ഞാലും നീ ഒത്തിരി ബേക്കില്ല. പക്ഷേ നിൻ്റെ ഹൃദയത്തെ എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. നിന്നെ ചില സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം എത്തിക്കും. അവൻ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ഇതവിടെ കൊണ്ട് തീരുന്നില്ല, പറയട്ടെ. അപ്പോൾ ഇതാ ദാവീദ്, ഈ ഒന്നുമില്ലാത്ത, അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റാത്ത ദാവീദിനോട് പേരും പെരുമയും പറയാൻ പറ്റുന്ന രാജാവായ ശൗലിന് അസൂയ. അത് തന്നെ. ആമേൻ. അവർക്കൊക്കെ അസൂയാന്നേ. സ്തോത്രം. എന്ത് കണ്ടിട്ടാന്ന് ചോദിച്ചാൽ ദൈവം നിന്നെ കണ്ടു. സ്തോത്രം. ദൈവം നിന്നെ കണ്ടു. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം മാറുമെന്ന് നിൻ്റെ ശത്രുവിന് നല്ലതുപോലെ അറിയാം. നിങ്ങൾ ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 16-ാം അധ്യായം മുതൽ 1-ാമത്തെ പുസ്തകമാണ് കേട്ടോ. നിങ്ങൾ വായിക്കുക. നല്ല കഥ പോലെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വാക്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ട് വലിയ പാടായിരിക്കും. കഥ പോലെ നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും. അവിടെ ഈ ശൗൽ തൻ്റെ മകനായ യോനാഥാനോട് പറയുന്നൊരു കാര്യമുണ്ട്. ശൗലിനെ, ദാവീദിനെ കൊല്ലാൻ യോനാഥാൻ കൂട്ടു നിൽക്കാത്തതുകൊണ്ട്, എടാ ഇവനെ വിട്ടുവെച്ച നീയോ നിൻ്റെ തലമുറയിൽ ആരോ രാജസ്ഥാനത്തിൽ ഇരിക്കത്തില്ല. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ശൗലിന് മനസ്സിലായി, ഇവൻ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇനി വലിപ്പം പറയുവാൻ, പേര് പറയുവാൻ കഴിവുള്ള ഒരുത്തൻ ഉണ്ടാകത്തില്ല. ദൈവം ഇവനെ ഉയർത്തും. ചിലരുടെ അസൂയയുടെ കാരണമാണ് പറഞ്ഞത്. ആമേൻ. സ്തോത്രം. നിന്റെ തലമുറ വിടുവിക്കപ്പെടുമെങ്കിൽ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ, നീ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ, ഇന്ന് അസൂയക്കാരായി വലിപ്പവും പെരുമയും പറയുവാനുള്ള പലർക്കും അവരുടെ പേരും പെരുമയും നഷ്ടപ്പെടും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ദൈവം എന്താ ചെയ്യുന്നത്? ദാവീദിൽ എന്നേക്കും രാജത്വം സ്ഥിരമാക്കുകയാണ് ചെയ്യുന്നത്. ആമേൻ. നിന്റെ ഹൃദയത്തെ കാണുന്ന ദൈവം നിന്നിൽ ചിലതിനെ സ്ഥിരമാക്കും. സ്തോത്രം. ശുശ്രൂഷക, അവരെ പോലെ പേര് വരുമ്പോൾ പ്രശസ്തി, പിന്നിൽ നിന്ന് തള്ളാനും ഉയർത്താനും പൊക്കാനും വലിച്ചു കയറ്റാനും ഒന്നും ആള് സങ്കടപ്പെടേണ്ട. ആമേൻ. സ്തോത്രം. നിന്നിലൂടെ ഒത്തിരി പേർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. ഞാൻ ഗ്യാരണ്ടി.
ആമേൻ. പണ്ടൊരു പരസ്യത്തിൽ പറഞ്ഞതുപോലെ ആരും തള്ളിയില്ല, ആരും വലിച്ചില്ല, ആരും വിളിച്ചു പൊക്കിയില്ല, ആരും പിടിച്ചു പൊക്കിയില്ല, വലിച്ചു കയറ്റിയില്ല. എന്നിട്ട് നീ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ? എന്നിലൂടെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നില്ലേ? എന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നില്ലേ? നിന്നിലൂടെ ഇതുപോലെ അനേകരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൂത സ്തോത്രം. അവരെന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്? കാര്യം മനസ്സിലായില്ലേ? അവർക്കറിയാം. താങ്ക് യു ലോർഡ്. നിന്നെ ഭയപ്പെടുന്നുണ്ടതേ. ചിലർ നിന്നെ ഭയപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദര, ചിലർ നിന്നെ ഭയപ്പെടുന്നുണ്ട്. സ്തോത്രം. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ ചിലത് സ്ഥിരമാകുമെന്ന്. ദാവീദിൽ ഇസ്രായേലിന്റെ രാജത്വം സ്ഥിരമായതുപോലെ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ദേശത്തിൻ്റെ നെടുനായകത്വം, ആമേൻ, സഭയുടെ നെടുന്തൂണായി നിൽക്കുന്ന അനുഭവം, കർത്താവിന് വേണ്ടി 4 പേരറിയ പ്രയോജനപ്പെടുന്ന അനുഭവം, ദേശത്തിൽ 4 പേരറിയുന്ന ജീവിതം, അഡ്രസ്, പേര് നിനക്കുണ്ടാകുമെന്ന് ഇന്ന് പേരുള്ള പലരും ഭയപ്പെടുന്നുണ്ട്. ആമേൻ. അപ്പോൾ ഇനി 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഈ കണ്ണുകടി അസൂയ ഉണ്ടാകുന്നു? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കണ്ണുകടിയുള്ള ഒരാളിന് നമ്മോട് ശത്രുത തോന്നിയാൽ നമുക്കത് ദോഷമായിട്ട് വരുന്നത്? ഇപ്പോഴും വിശ്വസിക്കാത്ത കുറേ പേര് കേട്ടോണ്ടിരുന്നു. ആമേൻ. സ്തോത്രം. നിങ്ങൾ തിരിച്ചറിയണമെന്നേ, ഈ വേദപുസ്തകം ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതല്ല. ഇന്നത്തെ ആരെങ്കിലും ഓളപ്പരപ്പിൽ നിന്ന് പ്രസംഗിച്ചാൽ അതുപോലെ സംഭവിക്കാൻ വേണ്ടി ഇതിനകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ, കണ്ണുകടി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കണ്ണുകടി ഉണ്ട്. ആമേൻ. സ്തോത്രം. നോക്ക്, അപ്പോൾ ആ കണ്ണുകടി എങ്ങനെ നമുക്ക് ഹാംഫുള്ളായി ദോഷമായി വരുന്നു? 2, ആ കണ്ണുകടിയെ തുടർന്ന് ഭക്തൻ്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായത്? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ. എന്തുകൊണ്ടാണ്? അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 16-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകമാണ് കേട്ടോ. ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ, ദൈവഹിതമില്ലാത്തത് ചെയ്തപ്പോൾ ശൗലിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് മാറിപ്പോയി. തുടർന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു അശുദ്ധാത്മാവ് ശൗലിന് മേൽ വന്നു. ഇപ്പം ദൈവം അയച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഒരു ശിക്ഷയുടെ ടോണിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ദൈവത്തിന് അതല്ല ജോലി. എന്നെ പോലെ നിങ്ങൾക്കും അറിയാമല്ലോ. ദൈവത്തിൽ നിന്ന് മാറുമ്പോൾ എന്ത് സംഭവിക്കും? പിശാചിൻ്റെ കൂട്ടത്താവും. ഒന്നുകിൽ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്. ഇതിന് രണ്ടിനും ഇടയ്ക്കൊരു സംഭവമില്ല. വെളിച്ചത്തിലുള്ളവരുമുണ്ട്, ഇരുട്ടിലുള്ളവരുമുണ്ട്. ദൈവത്തിനുള്ളവർ ദൈവത്തിനൊപ്പം വസിക്കും, അപ്പോൾ അവർക്ക് ദൈവമുണ്ട്. പുറത്തു വരുമ്പോൾ അവർ പിശാചിനൊപ്പം വസിക്കും, അപ്പോൾ അവർക്ക് പിശാചുമുണ്ട്. അപ്പോൾ ഒരു ദുരാത്മാവ് ശൗലിന് മേൽ വന്നു. അപ്പോൾ കണ്ണുകടിയുടെ അടിസ്ഥാനം എന്താ? പിശാച്. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് അസൂയ തോന്നുന്നത്? അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം. ആ പൈശാചിക മണ്ഡലം ചെറുതാണോ? അല്ല. നോക്കൂ, അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 19-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകമാണ്. കുന്തം കൊണ്ട് കുത്തുവാൻ നോക്കി ശൗലിന്റെ മേൽ ദുരാത്മാവ് വന്നപ്പോൾ ദാവീദ് പോയിരുന്നു കിന്നരം വായിച്ച് അതിനെ പുറത്താക്കിക്കൊണ്ടിരിക്കുക. ആ സമയം നോക്കി, അവൻ നല്ലത് ചെയ്യുന്ന സമയം നോക്കി. താങ്ക് യു ലോർഡ്. നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്നത് എപ്പോഴാ? നീ നല്ലത് ചെയ്യുമ്പോൾ, നീ അവർക്ക് വേണ്ടി നല്ലത് ചെയ്യുമ്പോൾ അവർ നിനക്കിട്ട് പണി തരാൻ വേണ്ടി നോക്കിയോ? അയ്യോ സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര ദുഷ്ടതയായിരിക്കും പിശാച് ബാധിച്ച. അങ്ങനെയാ. അതെ, മറ്റുള്ളവർക്ക് പിശാച് ബാധിച്ചല്ല, നിങ്ങൾക്കും പിശാച് ബാധിച്ച ഇങ്ങനെ തന്നെ, എനിക്കും അങ്ങനെ തന്നെ. അതുകൊണ്ട് പിശാച് ബാധിക്കാതെ നോക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാനായിട്ട് നോക്കണം കേട്ടോ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമ്മൾ മാറും. നമ്മളും കഷ്ടപ്പെടും, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കഷ്ടപ്പെടാനും കഷ്ടപ്പെടുത്താനും നിൽക്കരുത്. നോക്കി, പിശാച് അവൻ്റെ മേൽ വന്നു. പിശാച് അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ ദാവീദിനെ കൊല്ലുവാൻ തക്കം പാർത്തു. തുടർന്ന് വായിക്കുന്ന, ദാവീദ് ഓടിപ്പോയി. സ്തോത്രം. ദാവീദ് ഓടി രക്ഷപ്പെടുക അവൻ്റെ മുമ്പിൽ നിന്ന്. നിങ്ങളെപ്പോലെ തന്നെ അവൻ ഓടടാ ഓട്ടം അല്ലേ? ആ സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന് അസൂയക്കാരുടെ, അയ്യോ നിൻ്റെ മക്കളെ കുറിച്ചാണ് പറഞ്ഞേ, അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കുക, പക്ഷെ വിടുന്നില്ല. പലതിനും കീഴ്പ്പെടുത്തി, പല കൂട്ടുകെട്ടുകളിലും, പല മോശം സ്വഭാവങ്ങളിലും. സ്തോത്രം. അവൻ രക്ഷപ്പെടുമെന്ന്, അവൾ രക്ഷപ്പെടുമെന്ന് അറിഞ്ഞ് ചിലർ അസൂയയോടെ, കണ്ണുകടിയോടെ. സ്തോത്രം. ആമേൻ. സ്തോത്രം. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനുണ്ട് കേട്ടോ. സമയപരിമിതി മൂലം പങ്കുവയ്ക്കുന്നില്ല. ഒരു സഹോദരി പ്രഷർ ഫാമിലിയിലേക്ക് വിളിച്ച് പ്രാർത്ഥന വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതാണ്. ദേവദാസനെ, എൻ്റെ കുഞ്ഞ് നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്ന് മദ്യത്തിനും ഈ ശംഭു, ഹാൻഡ്സ്, അങ്ങനെയുള്ള ലഹരിക്കുമൊക്കെ ഭയങ്കരമായിട്ട് അടിമയാണ്. നിങ്ങൾക്കറിയാമോ ദേവദാസനെ,
ഒരു സഹോദരൻ അവരുടെ വീട്ടിനകത്ത് എൻ്റെ മകനും അവൻ്റെ പ്രായത്തിലുള്ള ചില കുഞ്ഞുങ്ങൾക്കും മദ്യപിക്കുവാനും ഈ പറഞ്ഞ ശംഭുവും ലഹരിയും ഒക്കെ ഉപയോഗിക്കുവാനുള്ള അവസരം ചെയ്തു കൊടുക്കുന്നു. ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. നിങ്ങൾ എന്താ പറയുന്നത്? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അവർ പറഞ്ഞു, ഇല്ല ദൈവദാസനെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവിടെ ഇരുന്നാണ് മദ്യപിക്കുന്നത്, അവിടെ ഇരുന്നാണ് ഈ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. സ്തോത്രം. കാരണം ചോദിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അവരുടെ അസൂയ, ഈ സ്ത്രീയോടുള്ള അസൂയ. തൻ്റെ തലമുറ നശിച്ചു കാണണം, തൻ്റെ തലമുറ നശിക്കണം, അവൻ രക്ഷപ്പെടരുത്, അവനിലൂടെ ഈ സ്ത്രീക്ക്, ഈ അമ്മയ്ക്ക് ഒരു നല്ല കാലം ഉണ്ടാകരുത്, നിൻ്റെ തലമുറയുടെ നിനക്കൊരു നല്ല കാലം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് അവരെ വേട്ടയാടി തകർക്കുവാൻ തക്കവണ്ണം അസൂയയോടെ വെളിപ്പെട്ട് നിൽക്കുന്ന ശത്രുവിനെ എൻ്റെ യേശു തകർക്കും. താങ്കിലോട് യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ സന്തോഷമായി കുടുംബമായി ജീവിക്കരുതെന്ന് പറഞ്ഞ് നിൻ്റെ ഭർത്താവിന് പലതും പറഞ്ഞ്, സ്തോത്രം, വേറെ ഒരു ഉദ്ദേശവുമില്ല, അതിനെക്കുറിച്ച് പലതും പറഞ്ഞു കൊടുത്ത് നിൻ്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുക, നിൻ്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുക. നീ സന്തോഷമായിട്ട് ജീവിക്കരുത്, നീ അനുഗ്രഹിക്കപ്പെടരുത്. സ്തോത്രം. ഇവിടെയും നമുക്കൊപ്പം നിൽക്കാൻ ചിലർ വേണം. ആമേൻ. അവരെയൊക്കെ ശത്രുക്കളാക്കി മാറ്റും. സ്തോത്രം. ആ സ്ഥാപനം തുടങ്ങി അവിടെ അതല്ലേ സഹോദര സംഭവിച്ചേ? നല്ല ബിസിനസ് നടക്കേണ്ടതാണ്, നല്ല കച്ചവടം കിട്ടും, ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഒപ്പമുള്ളവരെല്ലാം പലതും പറഞ്ഞ് ശത്രുക്കളാക്കി മാറ്റി. നീ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുവാൻ തക്കവണ്ണം പിശാചിനാൽ ബാധിച്ച, പിശാചിന് ശക്തിയുണ്ട്. ആമേൻ. സ്തോത്രം. നോക്കൂ, ഈ ദാവീദിൻ്റെയോട് ശൗലിന് അസൂയ തോന്നാനുള്ള കാരണം 18-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ശൗലിൻ്റെ അന്തഃപുരത്തിൽ നിന്ന് ഒരു സാക്ഷ്യ ഗീതം ഉയരുകയാണ്. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ പ്രതിഗാനമായി പാടിയത്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. സ്തോത്രം. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ദാവീദ് 10,000 കൊന്നവനാണ്. മീൻസ് ശൗലിനെക്കാളും ശക്തനാണ്. ദൈവമുള്ളവൻ ദൈവമില്ലാത്തവനേക്കാൾ എന്തുകൊണ്ടും ശക്തനാണ്. അവൻ്റെ രൂപമോ ഭാവമോ ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വലിപ്പം നോക്കണ്ട, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് നോക്കണ്ട, നിങ്ങളുടെ ആസ്തികളൊന്നും നിങ്ങൾ നോക്കണ്ട, ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ദൈവമുള്ളവരാണോ? ഇതെല്ലാം ഉള്ളവരെക്കാൾ നിങ്ങൾ വലിയവരാണ്. അവർ ചെയ്യുന്നതിലും വലിയ കാര്യങ്ങൾ മാതാവേ നിൻ്റെ തലമുറകൾ ചെയ്യും. സ്തോത്രം. അവരിലൂടെ എൻ്റെ ദൈവം ചെയ്യും. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നിലൂടെ അവരിലും വലിയ കാര്യങ്ങൾ എൻ്റെ ദൈവം ചെയ്യിപ്പിക്കും. താങ്ക് യു ലോർഡ്. സ്തോത്രം. നോക്കിയേ, അപ്പോൾ ഈ വലിയ കാര്യം ചെയ്തവനെ ചെറിയ കാര്യം ചെയ്യുന്നവനിട്ട് ഓടിക്കുക. അപ്പോൾ ഫിസിക്കലായിട്ടാണോ? അല്ല. അവനെ ശക്തനാക്കിയത് പിന്നിൽ വ്യാപരിച്ച അശുദ്ധാത്മാവ്, ആ പൈശാചിക മണ്ഡലം നിന്നെ നശിപ്പിക്കണം, നിന്നെ തകർക്കണമെന്നുള്ള ആ ഒരു വാഞ്ച. എങ്ങനെയും നീ നശിച്ചു കാണും, എങ്ങനെയും നീ മുടിഞ്ഞു പോകണം. ആമേൻ. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാവീദ് നശിക്കുക എന്ന് പറഞ്ഞാൽ ശൗലിൻ്റെ ബലം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ദാവീദ് ആ സമയത്ത് ശൗലിൻ്റെ സേനാധിപതിയാണ്. ഫെലിസ്ത്യനോട് എപ്പോഴും യുദ്ധം നടക്കുന്ന സമയമാണ്. യുദ്ധത്തിൽ മുൻപിൽ നിന്ന് നയിക്കുന്നത് ദാവീദാണ് ഫെലിസ്ത്യരിലെ ഏറ്റവും ശക്തനായ ഗോലിയാത്തിനെ കൊന്നവൻ. ആമേൻ. അപ്പോൾ ശൗലിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം ആ സമയത്ത് ദാവീദാണ്. ആ ദാവീദ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ശൗലിനാണ് അതിൻ്റെ ദോഷം. എങ്കിൽ പോലും തനിക്ക് ദോഷം വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദാവീദിനെ തകർക്കുവാൻ നിൽക്കുന്നവർ, നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടവളായി നീ കരയണം. അതുകൊണ്ട് കരയിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മകനായിരിക്കാം, സഹോദരനായിരിക്കാം നഷ്ടപ്പെടുന്നത്. അവർക്കതൊന്നും ഒരു വിഷയമില്ല. അവരുടെ മകൻ നഷ്ടപ്പെട്ടാലും നീ കരയണം. സ്തോത്രം. അല്ലേ? സ്തോത്രം. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആര് നഷ്ടപ്പെട്ടാൽ എന്തൊക്കെ സംഭവിച്ചാലും നീ കരയണം. സഹോദരി, നീ കരഞ്ഞു കാണണം. നിന്റെ ജീവിതം നരകിക്കണം. നീ കിടന്ന് നരകിച്ച് കഷ്ടപ്പെട്ടു. സ്തോത്രം. പിശാച്, സ്തോത്രം, ആ പിശാചിനെ ഇളക്കി വിടുന്ന ആ പൈശാചിക ശക്തികളെ പ്രസാദിപ്പിക്കുന്നവരുണ്ട്. മന്ത്രവാദങ്ങളിലൂടെ, ആഭിചാരങ്ങളിലൂടെ, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ പിശാചിൻ്റെ പ്രവർത്തികളെ ഇളക്കി വിട്ട് നിൻ്റെ കുടുംബത്തെ നശിപ്പിച്ച്, നിൻ്റെ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തി, നിൻ്റെ വരുമാനത്തെ തകർത്ത്. ഒന്ന് നോക്കിയേ, വല്ലാത്തൊരു ശൂന്യതയില്ലേ? ദാവീദിനെ പോലെ ഓടുക. അയ്യോ, എങ്ങോട്ട് ഓടണമെന്ന് അറിയത്തില്ല. ദാവീദിന് ആദ്യമൊക്കെ ഭയങ്കര ചിന്താക്കുഴപ്പമാണ്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവൻ എന്നോട് ഇത് ചെയ്യുന്നത്? നിങ്ങൾ ആ ഭാവമൊക്കെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പാവം ദാവീദ് നിങ്ങളെ പോലെ തന്നെ. ആമേൻ. സ്തോത്രം. എന്നെ പോലെ തന്നെ. ആമേൻ. സ്തോത്രം.
വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം. അവർക്ക് അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെ ദൈവത്തിന് ഇഷ്ടമായിട്ടുണ്ട്. ആമേൻ. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തുവെന്ന് പിശാച് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദൈവം നിങ്ങളെ മക്കളെ തിരഞ്ഞെടുത്തുവെന്ന് സഹോദര സഹോദരി, ദൈവം നിന്നെ അവിടെ തിരഞ്ഞെടുത്തു. സ്തോത്രം, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പിശാച് അറിഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കുവാനോ നിങ്ങൾക്കൊപ്പം ഉയരുവാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങളുടെ തലമുറയ്ക്കൊപ്പം മാനിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങളെ ദൈവം മാനിക്കും, നിങ്ങളുടെ ദൈവം ഉയർത്തും. സ്തോത്രം. ആമേൻ. ഓക്കെ, ആ രണ്ടാമത്തെ കാര്യം കൂടെ, അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ ശൗൽ കോപിച്ചിട്ട് പറയുന്ന കാര്യമുണ്ട്. ഈ വാക്ക് അവർ അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്ത് എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, നിന്നെക്കുറിച്ച് നല്ലത് മറ്റുള്ളവർ പറയുന്നു. അതാണ് അസൂയയുടെ കാരണം. നിന്നെക്കുറിച്ച് ആരും നല്ലത് പറയാൻ പാടില്ല. നീ നല്ല കുടുംബം നോക്കുന്നുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് കലിപ്പളവും. നീ നല്ല ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കലിപ്പളവും ആണേ. നീ നല്ല ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പോയി. സ്തോത്രം, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ കണ്ണുകടിയിൽ നീ വീഴത്തില്ല. നോക്കിയേ, ശമൂവേൽ പ്രവാചകൻ്റെ 2ാമത്തെ പുസ്തകം 2:4 വരുമ്പോൾ ദാവീദ് രാജത്വത്തിലെത്തി. ദാവീദ് രാജാവായി മാറി. ശൗലിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ? 31-ാം അധ്യായം 54-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശൗൽ ആത്മഹത്യ ചെയ്തു. പ്രിയരേ, പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ അവസാനം ഇങ്ങനെയാണ്. ആമേൻ. സ്തോത്രം. അവർ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നു, അവർ നിങ്ങളോട് അസൂയയോടെ പെരുമാറുന്നു. ഇതൊന്നും കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ. അവർ സ്വയം നശിക്കാൻ പോവുകയാണ്, അവൻ നരകിക്കാൻ പോവുകയാണ്. ദാവീദിൽ രാജത്വം സ്ഥിരമായി. എന്നാൽ ദാവീദിന് വിരോധമായി നിന്ന അസൂയ പൂണ്ട, കണ്ണുകടി പൂണ്ട, ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട ശൗലിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ശമൂവേൽ പ്രവാചകൻ്റെ 2ാമത്തെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചു, ദാവീദിൻ്റെ ഗ്രഹം മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെട്ടു. ഇന്ന് അസൂയയോടെ നിന്നെ ഒഴിവാക്കുന്ന, നിൻ്റെ തലമുറകളെ തകർത്ത് കളയുവാൻ നിൽക്കുന്ന, നിൻ്റെ കുടുംബത്തെ മുടിച്ചു കളയുവാൻ നിൽക്കുന്ന, നിൻ്റെ ആത്മീയ ജീവിതത്തെ, ഭൗതിക ജീവിതത്തെ, നിൻ്റെ തൊഴിലിനെ, നിൻ്റെ നന്മകളെ ബുച്ചോട് മുടിച്ച് നീ മുടിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ക്ഷയിക്കും. നീയും നിൻ്റെ കുടുംബവും വർദ്ധിക്കും. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നെഞ്ചത്ത് കൈവച്ച് പറ, എൻ്റെ കർത്താവേ, എൻ്റെ ശത്രുക്കൾ ക്ഷയിക്കുകയും ഞാൻ വർദ്ധിക്കുകയും ചെയ്യണമേ. എൻ്റെ കുടുംബം വർദ്ധിക്കണമേ. എൻ്റെ തലമുറകൾ വർദ്ധിക്കണമേ. ഞാൻ അനുഗ്രഹം പ്രാപിക്കണമേ. എങ്ങനെയാണ് ദാവീദിന് ഈ വിധത്തിൽ ഈ ശത്രുവിനെ ജയിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും കഴിഞ്ഞത്? ലോകത്തിൽ നിന്ന് മാറി ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുന്ന ഒരു ദാവീദിനെ 16-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പനമ്മമാർ ഒപ്പമില്ല, സഹോദരങ്ങൾ ഒപ്പമില്ല, ആട്ടിടയനായി ദൈവത്തോട് ചേർന്നിരുന്നു. പ്രിയരെ, ഈ കാലഘട്ടത്തിലും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ അടമയ്ക്കാൻ പോകണ്ട. പിന്നെ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തയ്യാറാണോ? അസൂയക്കാരുടെ മധ്യത്തിൽ നിങ്ങളെ വർദ്ധിക്കും. നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് മാനിക്കും. നിങ്ങളുടെ തലമുറകളിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. എങ്ങനെ ഉപവസിക്കുമെന്നോ? പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി അസൂയക്കാരുടെയും കണ്ണുകടി ഉള്ളവരുടെയും പദ്ധതികളിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഉപവാസവും പ്രാർത്ഥനയും നിങ്ങളെ ശക്തരാക്കി തീർക്കും. പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട്. കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. മെസ്സേജുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. വരുന്ന ആഴ്ച നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ സാക്ഷ്യമായി മാറും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളെവിടെ ആയിരുന്നാലും നിങ്ങൾക്കൊരു ആത്മീയാരാധന മിസ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടുത്താണെങ്കിൽ കുടുംബമായി കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അസൂയക്കാരുടെയും കണ്ണുകടിയന്മാരുടെയും മുൻപിൽ നമുക്ക് വളരാം, വർദ്ധിക്കാം, പ്രാപിക്കാം. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന. കുഞ്ഞുങ്ങളെയും നമ്മൾ വളർത്തും. ഒരു ശത്രുവിനും ഇട്ടുകൊടുക്കാതെ തന്നെ. ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് ജോയിൻ ചെയ്യാൻ പറയുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല പകൽക്കാലം അസൂയക്കാരുടെ കണ്ണുകടിയുള്ളവരുടെ പദ്ധതികളിലും ആലോചനകളിലും പല നിലകളിൽ ബാധിക്കപ്പെട്ട് തകർച്ച അനുഭവിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവരെ അങ്ങ് വിടുവിച്ച കൃപയ്ക്കായി, ഇവരിൽ ശത്രു ഇന്ന് കാണുന്ന നന്മകളെ അങ്ങ് ഉറപ്പിച്ച കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് ശക്തീകരിക്കണമേ. അപ്പാ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, നല്ല തൊഴിലുകൾ ഇവർക്ക് നൽകി ഇവരെ അങ്ങ് മാനിക്കണമേ.
ഇവരെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ അപ്പ. ഇവരുടെ ഇന്നത്തെ അവസ്ഥകളെല്ലാം മാറട്ടെ. ഇവരുടെ ദാരിദ്ര്യം മാറിപ്പോകട്ടെ. ഇവരുടെ കടവും ഇല്ലായ്മകളും ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. നിന്നയായി ഇവരെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മധ്യേ, അതിന് തക്കവണ്ണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രയത്നിക്കുന്നവരുടെ മധ്യ ഇവരെ അങ്ങ് മാനിച്ചാട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. നല്ല ജോലി സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. തൊഴിലിടത്തിലെ ശത്രുക്കളിൽ നിന്ന് ഇവരെ അങ്ങ് വിടുവിക്കണമേ കർത്താവേ. ഓ സ്തോത്രം. ഇവരുടെ ശത്രുക്കളുടെ ഗതി കണ്ട് ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ദേശം തിരിച്ചറിയട്ടെ അപ്പ. ഇവരിലെ രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയാട്ടെ. യേശുവേ, ഞങ്ങളിപ്പോൾ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കണമേ യേശുവിൻ നാമത്തിൽ. ഇവരെ അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും സൂയിസൈഡ് ടെൻഡൻസികളും മാറിപ്പോകട്ടെ. അശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ട രോഗങ്ങൾ, പാപമുഖാന്തരം ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. പാപശീലങ്ങൾ മാറിപ്പോകട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ, അതിൽ തളച്ചിടപ്പെട്ട അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. അതിനായി വഴിയൊരുക്കപ്പെടുന്ന ചില വ്യക്തികളെ ദേശങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അങ്ങ് മാറ്റണമേ കർത്താവേ. തലമുറകൾ അവരുടെ ഭാവി മുൻപോട്ടുള്ള ജീവിതം, വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ നൽകി മാനിച്ചോട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിദേശങ്ങളിൽ കടന്നുപോയി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ, ജോലി സ്ഥലത്തായിരിക്കുന്നവർ, നല്ല അനുകൂലമായ സാഹചര്യം ഉണ്ടാകട്ടെ. മാതാപിതാക്കൾ മക്കളുടെ വിദേശ നന്മ അനുഭവിക്കട്ടെ. ഭാര്യ ഭർത്താവിൻ്റെ വിദേശ നന്മ അനുഭവിക്കട്ടെ. ഭർത്താവ് ഭാര്യയുടെ വിദേശ നന്മ അനുഭവിക്കട്ടെ. കുടുംബമായി ഒരുമിച്ച് വിദേശ നന്മകൾ അനുഭവിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. IELTS, OET, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുവാൻ കാത്തിരിക്കുന്നവർ, ഒരുങ്ങിയായിരിക്കുന്നവർ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണം. നല്ല സ്കോറുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഇവർ സഞ്ചരിക്കട്ടെ. ഓ താങ്ക് യു ലോർഡ്. വിശാലതയേറിയ വാഗ്ദത്ത രാജ്യങ്ങളിലേക്ക് ഇവർ പ്രവേശിക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. സ്തോത്രം. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും പോയിട്ട് ബാധകൾ വിട്ടുമാറട്ടെ. വിവാഹം നടക്കട്ടെ. വിവാഹത്തിന് മേലുള്ള തടസ്സം മാറട്ടെ. മക്കൾ ജനിക്കട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പോയല്ലോ ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു. കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.